السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. واستغفروا ربكم ثم توبوا إليه إن ربي رحيم ودود وهو الودود يحبهم ويحبه أحبابه والفضل للمنان وهو الذي جعل المحبة في قلوبهم وجازاهم بحب ثاني. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമങ്ങളായ ഉത്കൃഷ്ടങ്ങളായ നാമങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയ അവന്റെ നാമമായി പറഞ്ഞ ഒരു പേരാണ് അൽ വദൂദ്. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്താണ് വദൂദ് എന്ന നാമം പറയപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൾപ്പിച്ച സൂറത്ത് ഹൂദിലെ 90-ാമത്തെ വചനത്തിലും, രണ്ടാമത്തേത് മിക്ക ആളുകൾക്കും ഹിഫ്ളുണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ അധ്യായമായ സൂറത്തുൽ ബുറൂജിന്റെ അവസാന ഭാഗത്ത് ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കാണുന്നു. എന്താണ് വദൂദ് എന്ന നാമത്തിന്റെ ആശയവും അർത്ഥവും എന്താണ്? സ്നേഹം ധാരാളമായി നൽകുന്നവൻ, ധാരാളമായി സ്നേഹിക്കുന്നവൻ എന്നതാണ് വദൂദ് എന്ന പദത്തിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, അവനോട് നിങ്ങൾ പാപമോചനത്തിനായി അർത്ഥിക്കുക, അവങ്കലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നൊക്കെ ആവശ്യപ്പെട്ടയിടത്ത് അല്ലാഹു പറഞ്ഞു കാണാം, ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. അതായത് പ്രവാചകന്മാരിലൂടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ വന്ന് ജനങ്ങളോട് പറയുന്നു, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും പാപമോചനത്തിന് അർത്ഥിക്കുകയും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയുമൊക്കെ നടത്തിക്കോളൂ. കാരണം എന്താ? പ്രവാചകൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ പ്രവാചകൻ പറഞ്ഞതായി, ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, നിശ്ചയമായും എന്റെ റബ്ബ് റഹീമാണ്, വദൂദാണ്, ഏറെ സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരെ, അവനോട് പുറത്തു തരണം എന്ന് യാചിക്കുന്നവരെ അവനേറെ സ്നേഹിക്കുന്നു, അവൻ വെറുക്കുന്നവനല്ല എന്ന ആശയമാണ് അതിനുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ബുറൂജിന്റെ അവസാന ഭാഗത്ത് ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ ഏറെ പൊറുക്കുന്നവനാണ്,
എന്ന് പറഞ്ഞ ഉടനെയാണ് പറയുന്നത് അൽ വദൂദ്, അവൻ വളരെയേറെ സ്നേഹമുള്ളവനാണ്. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ വദൂദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? മഹാനായ ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ذو محبة لمن أناب وتاب إليه. അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരെ അവന് വലിയ ഇഷ്ടമാണ്. അവനവരെ സ്നേഹമുള്ളവനാണ് അവരോട്, അവരെ അവൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. വയുഹിബ്ബുഹു യവദ്ദുഹു വയുഹിബ്ബുഹു, അവനെ അവൻ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ വഹുവൽ ഗഫൂറുൽ വദൂദ് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, വഹുവ ദുൽ മഗ്ഫിറ ലിമൻ താബ ഇലൈഹി മിൻ ദുനൂബിഹി വദുൽ മഹബ്ബത്തി ലഹു. അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുന്ന, അവനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് പടച്ചവന് ഏറെ ഇഷ്ടമാകുന്നു. വല്ലാത്ത സ്നേഹമാണ് അവനുള്ളത്, വെറുപ്പല്ല. അവനിൽ നിന്ന് അകന്നു പോകുന്നവരോടാ അവന് വെറുപ്പ്. അവനിലേക്ക് അടുത്തടുത്ത് അവനോട് തന്നെ യാചിച്ച്, അവനോട് തന്നെ ഇസ്തിഗ്ഫാറിന് പറഞ്ഞ്, അവനോട് തന്നെ കുറ്റം ഏറ്റുപറയുന്നവരോട് അവന് വലിയ ഇഷ്ടമാണ്, അവന് വെറുപ്പല്ല. അവൻ സ്നേഹമുള്ളവനാണ്, ഇഷ്ടപ്പെടുന്നവനാണ് എന്നാണ് അൽ വദൂദ് എന്ന് പറയുന്ന ആ പദത്തിന്റെ ആശയം. അതാണ് കവിയും വിശദീകരിച്ചിട്ടുണ്ട്. ഈ സ്വഭാവത്തെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഈ ശരിയായ ഈ നാമം എന്താണ്? വഹുവൽ വദൂദു യുഹിബ്ബുഹും വയുഹിബ്ബുഹു അഹ്ബാബുഹു വൽ ഫദ്ലു ലിൽ മന്നാനി. അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവരവർ ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. എല്ലാ നിലക്കും സ്നേഹം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ട്. അപ്പൊ അള്ളാഹു വദൂദാണ് എന്ന് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മിലുണ്ടായിരിക്കേണ്ട മാറ്റം എന്താണ്? പടച്ചതമ്പുരാനാണ് സ്നേഹിക്കുന്നവൻ. അള്ളാഹുവിന്റെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാലേ അവൻ നമ്മെ സ്നേഹിക്കുകയുള്ളൂ. പടച്ചതമ്പുരാന്റെ സ്നേഹം കിട്ടണമെങ്കിൽ എന്താണ്? ഒരു വദൂദായ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിലക്കുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്? അല്ലദീ യുഹിബ്ബു അംബിയാഹു വറുസുലഹു വഅതിബാഅഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നു ആരെയൊക്കെ? അവൻ അംബിയാക്കളെ ഇഷ്ടപ്പെടുന്നു, പ്രവാചകന്മാരെ ഇഷ്ടപ്പെടുന്നു, അവരുടെ അനുയായികളെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബൂനഹു, അവരൊക്കെ അല്ലാഹുവിനെ ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അല്ലാഹുവിനെ അവരും ഇഷ്ടപ്പെടുന്നു, അല്ലാഹു ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കഴിയുമ്പോ ഫഹുവ അഹബ്ബു ഇലൈഹി മിൻ കുല്ലി ശൈഇൻ. അത്തരത്തിൽ അല്ലാഹുവിന്റെ സ്നേഹം ലഭിച്ചിട്ടുള്ള ആളുകൾ, പടച്ചവനോട് സ്നേഹമുള്ള ആളുകൾക്ക് അല്ലാഹുവാണ് അവർക്ക് എല്ലാത്തിനേക്കാളും അവർ സ്നേഹിക്കുന്നത്. ഖദിംതലഅത് ഖുലൂബുഹും മിൻ മഹബ്ബത്തിഹി. അല്ലാഹുവിനോടുള്ള സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് നിറഞ്ഞു കഴിയുന്നു. വലഹജത്ത് അൽസിനതുഹും ബിസ്സനാഇ അലൈഹി. അവരുടെ നാവുകളതാ എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചും പുകഴ്ത്തിയും പ്രകീർത്തിച്ചും കൊണ്ടിരിക്കുന്നു. വൻജദബത്ത് അഫ്ഇദതുഹും ഇലൈഹി. അവരുടെ ഹൃദയങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് എപ്പോഴും ആകൃഷ്ടമാണ്. ഉദ്ദൻ വ ഇഖ്ലാസൻ വ ഇനാബത്തൻ മിൻ ജമീഇൽ വുജൂഹി. എല്ലാ മാർഗത്തിലൂടെയും ഇഖ്ലാസോടുകൂടെ, സ്നേഹത്തോടുകൂടി, ഖേദിച്ചു മടങ്ങലോടുകൂടി അവരുടെ മനസ്സെപ്പോഴും റബ്ബിലേക്ക് അങ്ങ് ആകൃഷ്ടമായിരിക്കുന്നു. അപ്പൊ വിശ്വാസികൾക്ക് അല്ലാഹുവിങ്കൽ എന്നുള്ള സഹായം കിട്ടുന്നു. ഇതിനെന്താണ് ആദ്യം ചെയ്യേണ്ടത്? നാം ഒരു കാര്യം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നമുക്ക് ലഭിക്കണോ? പടച്ചതമ്പുരാൻ ഏറെ സ്നേഹമുള്ളവനാണ്, അവനേറെ ഇഷ്ടപ്പെടുന്നവനാണ്. ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ഓരോ ആയത്തുകളും എടുത്തുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ സൂചനകൾ പറയട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രത്യേകം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സ്വഭാവക്കാരെ എണ്ണിയിട്ടുണ്ട്. യുഹിബ്ബുത് തവ്വാബീന. അല്ലാഹുവിന് പശ്ചാത്തപിക്കുന്നവരോട് ഏറെ സ്നേഹമാണ്. വൽ മുതതഹിരീന. ശുദ്ധിയുള്ള ആളുകളോടും ഇഷ്ടമാണ്. അകം ശുദ്ധിയാക്കുന്നവരോടും ഇഷ്ടമാണ്. പുറമേക്ക് നല്ല വൃത്തിയും വെടിപ്പും ശുദ്ധിയോടുകൂടി നടക്കുന്നവരോടും അല്ലാഹുവിന് ഇഷ്ടമാണ്. നജസ് ശരീരത്തിൽ പുരളാതെ, പിശാചിന് സന്തോഷമാകുന്ന രൂപത്തിലുള്ള വേഷങ്ങൾ അണിയാതെ, എല്ലാം കൊണ്ടും അകവും പുറവുമൊക്കെ ശുദ്ധിയാക്കുന്നവരോട് അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. വസ്സാബിരീൻ. ക്ഷമാലുക്കളോട് അല്ലാഹുവിന് ഇഷ്ടമാണ്. മുതവക്കിലീന. അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരോട് അവൻ ഏറെ ഇഷ്ടമാണ്. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് വക്കീലായിട്ട് അല്ലാഹു മതി, ഞാൻ എല്ലാം അവനെ ഏൽപ്പിക്കുന്നു,
ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി എനിക്ക് അള്ള മതി എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹുവിൽ തവക്കുലാക്കാൻ മനസ്സുള്ളവരോട് റബ്ബിന് ഏറെ സ്നേഹമാണ്. വൽ മുഖ്സിതീന, ഏറ്റവും കൂടുതൽ നീതിയോടുകൂടി വർത്തിക്കുന്ന ആളുകളോട്, ഏത് ഘട്ടത്തിലും നീതിയുടെ പാതയിൽ നിന്ന് കൈവിടാതെ അക്രമത്തിന്റെയും അനീതിയുടെയും പാതയിലേക്ക് പോകാതെ അള്ളാഹുവിന് വേണ്ടി നീതിയിൽ അടിയുറച്ച് നിൽക്കുന്നവരോട് അവൻ ഇഷ്ടമാണ്. യുഹിബ്ബുൽ മുഖ്സിതീന, നീതിമാന്മാരെ അവൻ ഇഷ്ടപ്പെടുന്നു. മുഅ്മിനീങ്ങളെ അവൻ ഇഷ്ടപ്പെടുന്നു. മുത്തഖീങ്ങളെ അവൻ ഇഷ്ടപ്പെടുന്നു. മുഹ്സിനീങ്ങളെ അവൻ ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ഏതെല്ലാം നല്ല കാര്യങ്ങളായി അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുന്നവരോട് അവൻ ഏറെ ഇഷ്ടമാണ്. അതേ അവസരത്തിലോ അവൻ വെറുക്കുന്ന കക്ഷികളെയും അവൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീന, അവൻ അതിക്രമം ചെയ്യുന്നവരെ, അതിര് കവിയുന്നവരെ അവൻ ഇഷ്ടമല്ല. മുഫ്സിരീന, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ അവൻ ഇഷ്ടമല്ല. മുസ്രിഫീന, മുസ്രിഫ് എന്ന് പറഞ്ഞാൽ ഇസ്റാഫ് ചെയ്യുന്ന. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, നിങ്ങൾ കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, ജീവിതത്തിന്റെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ. പക്ഷേ വലാ തുസ്രിഫൂ, നിങ്ങൾ അതിര് കവിഞ്ഞു പോകരുത്, ദുർവ്യയം ചെയ്യാൻ പാടില്ല. വലാ തുബസ്സിർ തബ്ദീറാ, ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അങ്ങനെ ഇസ്ലാമികമായ മാന്യതകൾ പാലിക്കാതെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ധനത്തിന്റെ കാര്യത്തിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ ഇസ്റാഫ് നടത്തിക്കൊണ്ട് ദൂർത്തടിക്കുന്ന കക്ഷികളെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവർ ചെകുത്താന്റെ സഹോദരന്മാരാണ്. ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ അല്ലാഹുവിന്റെ ഔലിയാകളല്ല, അവർ ശൈത്താന്റെ മിത്രങ്ങളാണ്. അതേപോലെ അതുകൊണ്ട് അവൻ അവരെ ഇഷ്ടപ്പെടുന്നില്ല. വൽ ഖായിനീന, വഞ്ചകന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, ചതിയന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വൽ മുസ്തക്ബിരീന, കിബ്ർ നടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ അവൻ ഇഷ്ടപ്പെടുന്നവനല്ല. വൽ ഫാസിഖീന, തെമ്മാടികളെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. വല്ലാലിമീന, ദുൽമ് കാണിക്കുന്ന, അക്രമം കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ അരാജകത്വം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ലാലിമീങ്ങളില്ലേ, കടുത്ത ധിക്കാരികളില്ലേ, അക്രമികളില്ലേ. വൽ കാഫിരീന, അവരെയും അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഫഖ്ർ കാണിച്ചുകൊണ്ട് നടക്കുന്ന പൊങ്ങച്ചക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പൊങ്ങച്ചം പ്രകടിപ്പിച്ചുകൊണ്ട് അഹങ്കാരികളായി നടക്കുന്ന ആളുകളെയും ആ നിലക്ക് നന്ദികേട് കാണിക്കുന്ന ചതിയന്മാരെയും കുല്ല ഖവ്വാനിൻ കഫൂർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ അതിന്റെ പട്ടിക നീളുകയാണ്. മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം എനിക്കും നിങ്ങൾക്കും ലഭിക്കണോ? അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണോ? ലഭിക്കണമെങ്കിൽ അല്ലാഹ് പറഞ്ഞിടത്ത് നിൽക്കണം. അല്ലാഹു വിരോധിച്ചിടത്ത് നമ്മളെ കാണാനും പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. റബ്ബ് ഏറെ സ്നേഹമുള്ളവനാണ്. റബ്ബിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരിത്തിരിയെങ്കിലും നേടിയെടുക്കാനുള്ള മാർഗം എന്താ എന്നാണ് നമ്മൾ ആരായേണ്ടത്. ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. പലപ്പോഴും അള്ളാനെ വെറുപ്പിച്ചുകൊണ്ട് പലപ്പോഴും അള്ളാനെ വെറുപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടത്തെ നമ്മൾ പരിഗണിക്കാറുണ്ട്. അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടത്തെ നമ്മൾ പരിഗണിക്കാറുണ്ട്. അള്ളാഹുവിന് വെറുപ്പായാലും ഞാൻ ഇക്കാര്യം ചെയ്തേ പറ്റൂ, കാരണം അതാണ് എന്റെ ഉമ്മക്കിഷ്ടം, അതാണ് എന്റെ ഉപ്പക്കിഷ്ടം, അതാണ് എന്റെ നാട്ടുകാർക്കിഷ്ടം, അതാണ് എന്റെ വീട്ടുകാർക്കിഷ്ടം, അതാണ് ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇഷ്ടം. ഞാൻ അള്ളാഹുടെ ഇഷ്ടം നോക്കിയിട്ട് ഇപ്പൊ ആ കാര്യം ചെയ്താൽ സമൂഹം എന്നെ ബഹിഷ്കരിക്കും, നാട്ടുകാരെന്നെ ബഹിഷ്കരിക്കും, എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചിരുന്നവരൊക്കെ എന്നോട് അകലും എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹനെ വെറുപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ് സുഹൃത്തുക്കളെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ അത് റസൂല് പഠിപ്പിച്ച മാർഗത്തിലൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് റസൂലുള്ളാഹിനോട് തന്നെ പറയുന്നല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖുൽ നബിയെ പഠിപ്പിച്ചു കൊടുക്കൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സ്നേഹമുള്ളവരാണെങ്കിൽ ഫത്തബിഊനി, നബിയായിട്ട് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട എന്നെ നിങ്ങൾ പിൻപറ്റണം. റസൂലുള്ളാഹിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഹറാമുകളൊക്കെ ഒഴിവാക്കി അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യുകയും വിരോധിച്ചതെല്ലാം സമ്പൂർണമായി വർജിക്കുകയും ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യുമ്പോൾ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്.
അപ്പൊ അള്ളാഹുവിന്റെ മഹബ്ബത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയാ കിട്ടുമെന്നല്ല പറഞ്ഞിട്ടില്ല. ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തിയാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളാന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കാക്കകാരൻ എന്നാൽ അവർ പഴച്ച മാർഗത്തിലാണെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തിക്കോ എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളാൻ അള്ളാഹു വാക്ക് തന്നിട്ടില്ല. നമുക്ക് അള്ളാഹുടെ സ്നേഹമാണോ വലുത് എങ്കിൽ അവനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെ ഭയപ്പെടണം? പടച്ചതമ്പുരാന് വേണ്ടി എല്ലാവരെയും വെടിയേണ്ടി വന്നാൽ ചിലപ്പോൾ വെടിയേണ്ടി വരും. അതല്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നീ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം. നീ ഒരാളോട് വെറുപ്പ് കാണിക്കുന്നുവെങ്കിൽ അത് അള്ളാന്റെ പേരിലാവണം, നിന്റെ വ്യക്തിപരമായ കാര്യത്തിനാവരുത്. വ്യക്തിപരമായ കാര്യത്തിനല്ല ഒരാളോട് വിദ്വേഷം വേണ്ടത്, ഒരാളോട് വെറുപ്പ് വേണ്ടത്, അള്ളാഹുവിന്റെ കാര്യത്തിനായിരിക്കണം. അള്ളാഹുവിന്റെ സന്തോഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്താ? സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ അവനെ പ്രീതിപ്പെടുത്തിയാലുള്ള ഗുണം പടച്ചതമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ കൂടി നമ്മോടവൻ സ്നേഹത്തെ അംഗീകരിക്കുന്നതാണ്. അവരുടെ ഹൃദയങ്ങളിൽ കൂടി അള്ളാഹു സ്നേഹത്തെ ഇട്ടുകൊടുക്കും, നമ്മെ സ്നേഹിക്കാൻ പറയും. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിന്റെ അവസാന ഭാഗത്ത് വന്ന ഒരായത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. വളരെ മനസ്സിരുത്തിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആയത്താണ് ശ്രോതാക്കളെയത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇന്നല്ലദീന ആമനൂ. നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ കോറിയിടേണ്ടുന്ന, കൊണ്ടു നടക്കേണ്ടുന്ന ഒരു വചനം. പലപ്പോഴും അള്ളാഹുവിന്റെ തൃപ്തിയെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ തൃപ്തിക്ക് മുൻഗണന കൊടുക്കാറില്ലേ? ജനം വെറുത്തേക്കുമോ എന്ന് വിചാരിച്ചിട്ട് ജനത്തിന്റെ തൃപ്തിയാണ് എനിക്ക് വലുത്, അള്ളാഹനെ വെറുപ്പിച്ചാലും വേണ്ടിലാണ് വിചാരിക്കാറില്ലേ? അത് നമുക്ക് മൗഢ്യമാണ്. കാരണം അള്ളാഹുവാണ് ഒരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാക്കേണ്ടത്. നമ്മെ ഒരാൾ സ്നേഹിക്കണമെങ്കിൽ അയാളുടെ മനസ്സിൽ നമ്മെക്കുറിച്ചൊരു മതിപ്പുണ്ടാക്കേണ്ടത് അള്ളയാണ്. അതൊരു സൃഷ്ടി വിചാരിച്ചാലും നടക്കുന്നതല്ല. ആ ഉണ്ടാക്കുന്നത് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മെക്കുറിച്ചുള്ള ഒരു നല്ല സ്നേഹം വിട്ടുകൊടുക്കുന്നത്. ഇന്നല്ലദീന ആമനൂ, നിശ്ചയമായും സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള കക്ഷികൾ, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരോ, അല്ലാഹു ഓഫർ പറയുന്നു നമ്മളോട്, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അത്തരത്തിൽപ്പെടുന്ന ആളുകൾക്ക് പരമകാരുണികനായ അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്, ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. വുദ്ദാ, സ്നേഹത്തെ അവൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ എനിക്കെന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് വലുത്, ആര് വെറുത്താലും ശരി, ഞാൻ റബ്ബേ നിനക്ക് വേണ്ടിയാണ് ഇക്കാര്യം ചെയ്യുന്നത്, അങ്ങനെ പടച്ചവന് അവന്റെ റസൂലിന്റെ നിയമത്തിന് മുൻഗണന നൽകിക്കൊണ്ട് നീ ജീവിച്ചാൽ നല്ലവരൊക്കെ നിന്നെ സ്നേഹിക്കും, നല്ലവരൊക്കെ നിന്നെ ഇഷ്ടപ്പെടും. അവരുടെ മനസ്സിലൊക്കെ നിന്നെക്കുറിച്ചുള്ള ഇഷ്ടം അല്ലാഹു ഇട്ടുകൊടുക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ നമുക്ക് കാണാം, ചില ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ബുഖാരിയിലാണെന്നാണ് എന്റെ ഓർമ്മ, അതെ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അഹബ്ബ അബ്ദൻ, ഒരടിമയെ അള്ളാഹ് അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ഒരു മനുഷ്യനെ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനാണ് പ്രയാസം. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കലൊക്കെ താൽക്കാലികമാണ്. ആരെങ്കിലും നമ്മെ ഭൗതികമായ കാര്യത്തിന് വേണ്ടിയോ താൽക്കാലികമായ കാര്യത്തിന് വേണ്ടിയോ സ്നേഹിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് കിട്ടാനാണ്? പടച്ചവന്റെ സ്നേഹം അങ്ങ് നേടിക്കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെന്താ വേണ്ടത്? ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ഏതൊക്കെ ആളുകളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ആരോടൊക്കെ അള്ളാഹു വെറുക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. വെറുക്കുന്ന സ്വഭാവികളിൽ പെടാതെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സൽസ്വഭാവികളുടെ കൂട്ടത്തിലേക്ക് നീങ്ങലാണ് നമുക്ക് ഏറ്റവും വലിയ മാർഗമായിട്ടുള്ളത്. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞാലോ, അള്ളാഹ് നമ്മെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്നല്ലാഹ ഇദാ ഹബ്ബ അബ്ദൻ, അള്ളാഹു ഒരു അടിമയെ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ, ദഅ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു അങ്ങ് വിളിക്കുന്നു.
വിളിച്ചിട്ട് ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീലേ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ഞാൻ ഇന്നാലിന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇന്ന അടിമയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ജിബ്രീലേ, ഫഅഹിബ്ബഹു, നീയും അവനെ സ്നേഹിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹ് സന്തോഷം പറയുകയാണ്, എന്റെ ഇന്ന രാജ്യത്തുള്ള ഇന്ന പ്രദേശത്തുള്ള ഇന്ന അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം എനിക്ക് വേണ്ടി അവൻ ജീവിക്കുന്നവനാണ്, എന്റെ ആദർശത്തെ അവൻ ഉയർത്തിപ്പിടിക്കുന്നവനാണ്, അവൻ എന്റെ ഇഷ്ടത്തെ പരിഗണിക്കുന്നവനാണ്, അവൻ എന്നെ പ്രീതിപ്പെടുത്തുന്നവനാണ്, ഞാൻ വെറുക്കുന്ന കാര്യങ്ങളെ അവൻ മാറ്റിവെക്കുന്നവനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗതികളെ അവൻ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു, നീയും അവനെ ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീലിനോട് വിളിച്ചു പറയുന്നു. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ആ മനുഷ്യനെ ജിബ്രീലും ഇഷ്ടപ്പെടുന്നു. ജിബ്രീൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ സുമ്മ യുനാദി ഫിസ്സമാ, ആകാശലോകത്തതാ ജിബ്രീൽ ഒരു യോഗം വിളിക്കുകയാണ്, ഒരു പ്രഖ്യാപനം നടത്തുന്നു. മലായിക്കത്തുകളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഉന്നതമായ മലക്കുകളുടെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ സന്തോഷം പറയുന്നു. എന്താ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്? റസൂൽ പറയുന്നത് കേട്ടോളൂ, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂ. ജിബ്രീൽ വിളിച്ചു പറയും, മലക്കുകളോട് പറയുന്നു, മലക്കുകളെ ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യുഹിബ്ബു ഫുലാൻ എന്നൊരാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഫഅഹിബ്ബൂ, അതുകൊണ്ട് നിങ്ങളൊക്കെ അയാളെ ഇഷ്ടപ്പെടണേ. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, വാനലോകത്തുള്ള മുഴുവൻ ആളുകളും ഈ മനുഷ്യനെ ഇഷ്ടപ്പെട്ടുപോയി. അങ്ങനെ ഈ മനുഷ്യന്റെ ഭൂമിയിലും അതാ വിശ്വാസികളുടെ മനസ്സിൽ ഒരു സ്വീകാര്യത നേടുകയാണ്. ഈമാനുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഇയാളെ കുറിച്ചൊരു മതിപ്പ് വരികയാണ്. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, അല്ലാഹു ഒരടിമയെ വെറുത്തു കഴിഞ്ഞാലോ ജിബ്രീൽ, ജിബ്രീലിനെ വിളിച്ചുകൊണ്ടല്ല പറയും, ഇന്നി അബ്ഗദു ഫുലാന, ഞാനിതാ ഒരാളെ വെറുത്തിരിക്കുന്നു, ഫഅബ്ഗിമുഹു, നീയും അവനെ വെറുക്കണം. ജിബ്രീലും അയാളെ വെറുക്കുന്നു. എന്നിട്ട് വാനലോകത്തരാ ജിബ്രീൽ പ്രഖ്യാപിക്കുന്നു, ഇന്നല്ലാഹ യുബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദൂ, ഇതാ അല്ലാഹു ഒരാളെ വെറുത്തിരിക്കുന്നു, കോപിച്ചിരിക്കുന്നു, അവനോട് നിങ്ങളൊക്കെ വെറുക്കണം. അങ്ങനെ അവരെല്ലാവരും വെറുക്കുന്നു. അങ്ങനെ ഭൂമിയിലും അവന് വെറുപ്പാണ് മുഅ്മിനീങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി കാണാം. സുദീർഘമായ ഹദീസ്, നമ്മുടെ മനസ്സിന് വല്ലാത്ത സമാധാനം പകരുന്ന ഹദീസാണ്. നമ്മൾ സ്നേഹത്തിന് വില കൽപ്പിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ടാ പിന്നെ എല്ലാവരുടെ മനസ്സിലും നമുക്ക് സ്വീകാര്യയായി. അള്ളാഹനെ വെറുപ്പിച്ചിട്ട് ആരുടെ സ്നേഹം നേടാനാണ്? കാരണം അള്ളാഹ് ഒരാളെ വെറുത്തു കഴിഞ്ഞാലുള്ള സംഭവം ഇവിടെ നിങ്ങൾ കേട്ടില്ലേ? അള്ളാഹ് ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് ജിബ്രീലിനോട് പറയും അയാളെ വെറുക്കാൻ. മലായിക്കത്തുകൾ അയാളെ വെറുക്കുന്നു. അതേപോലെ തന്നെ ഭൂമിയിലുള്ള നല്ലവരൊക്കെ അയാളെ വെറുക്കുന്നു. എന്തേ കാരണം? അയാൾ അള്ളാഹനെ വെറുപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹനെ ഇഷ്ടപ്പെടുത്തണം, അപ്പൊ എല്ലാവരുടെയും അടുക്കൽ സ്വീകാര്യത കിട്ടും. അള്ളാഹനെ വെറുപ്പിച്ചുകൊണ്ട് വേറൊരാളുടെ സ്വീകാര്യത, അള്ളാഹനെ വെറുപ്പിച്ചുകൊണ്ട് മറ്റൊരാളുടെ സ്നേഹം നേടാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണെന്ന് വളരെ കൃത്യമായി നമുക്ക് ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടമാണ് മുന്തിക്കേണ്ടത്. അപ്പോഴേ നമുക്ക് നല്ലവരുടെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. മറിച്ച് അള്ളാഹനെ വെറുപ്പിച്ചിട്ട് ഉമ്മാനെ സ്നേഹിപ്പിച്ചിട്ട് കാര്യമില്ല, ബാപ്പയെ തൃപ്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല, നാട്ടുകാരെ തൃപ്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരൊക്കെ തൽക്കാലത്തേക്ക് നിന്റെ പിന്നിൽ എന്ന് വന്നേക്കാം. പക്ഷേ നീ വെറുപ്പിച്ചത് അല്ലാഹുവിനെ അല്ലേ? അള്ളാഹനെ വെറുപ്പിച്ചത് കൊണ്ട് അല്ലാഹു നിന്നെ കുറിച്ച് വെറുത്തു കഴിഞ്ഞു. ജിബ്രീൽ വെറുത്തു കഴിഞ്ഞു. മലായിക്കത്തുകൾ മുഴുവൻ വെറുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മൾക്ക് സംശയം തോന്നും, മലക്കുകൾ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ നമുക്കെന്ത് കിട്ടാനാ? മലായിക്കത്തുകൾ വെറുത്തത് കൊണ്ട് നമുക്കെന്ത് നഷ്ടപ്പെടാനാ? നഷ്ടമില്ലേ സുഹൃത്തുക്കളെ? അവർ സ്നേഹിച്ചാൽ ലാഭമില്ലേ? തീർച്ചയായും ഉണ്ടെന്നല്ലേ ഖുർആൻ പറയുന്നത്. മലായിക്കത്തിന്റെ സ്വഭാവം നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലദീന യഹ്മിലൂനൽ അർശ, അർശിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ. അതേപോലെ തന്നെ അവന്റെ ചുറ്റുഭാഗത്തും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, അവര് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്ന സ്വഭാവക്കാരാണ്. മലക്കുകൾ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗുണമില്ലേ? മലായിക്കത്തിന്റെ സ്നേഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗുണമില്ലേ? അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്.
റബ്ബനാ വസഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. നിന്നിലേക്ക് കേരിച്ചു മടങ്ങുന്ന നിന്റെ അടിമക്ക് നീ പുറത്തു കൊടുക്കണം. അയാളെ നീ കത്തിയാളുന്ന നരകത്തിയില്ലെന്ന് രക്ഷിക്കണം. അയാൾക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം എന്നിങ്ങനെ മലായിക്കത്തുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ കാണാത്ത ആ ശക്തികൾ അല്ലാഹുവിനോട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അവരെ കാണുന്നില്ല. അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിലാണ് അവരാ ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, പടച്ച തമ്പുരാന്റെ പള്ളിയിൽ പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ മുമ്പോ നിസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തൊക്കെ നീ നിസ്കരിക്കുന്നവനെ പോലെ തന്നെ എന്നല്ലേ റസൂലുള്ള പറഞ്ഞത്. നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ ഒരു 5 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ അല്പസമയം മുമ്പോ പള്ളിയിൽ എത്തിപ്പെട്ടാൽ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന നേരത്തും അതേപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് ദുആയിലായിക്കൊണ്ട് നീ പള്ളിയിൽ തന്നെ ഇരിക്കുന്ന നേരത്തൊക്കെ അതാ അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. സഹീഹായ ഹദീസിൽ കാണാം, മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പടച്ചവനെ, നിന്റെ അടിമ പള്ളിയിലിരിക്കുന്നു, എന്റെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ പള്ളിയിൽ ഇരിക്കുകയാണ്. നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം, അദ്ദേഹത്തോട് റഹ്മത്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ പാപം പുറത്തു കൊടുക്കണം, അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കണം എന്നിങ്ങനെ. അപ്പൊ മലായിക്കത്തുകൾ ഇഷ്ടപ്പെട്ടാൽ നമുക്കെന്താ കാര്യമുണ്ട്? അവര് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക. നിന്റെ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക്, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ എന്ന് മലക്കുകൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. വഖിഹിം, നീ അവരെ കാത്തുകൊള്ളണം, നീ അവരെ കാത്തുരക്ഷിക്കണം. അദാബൽ ജഹീം, നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് നീ അവരെ കാക്കണേ എന്ന് നമ്മൾ കാണാത്ത, നമുക്ക് അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പോലും നമുക്ക് കഴിയുന്നില്ലല്ലോ. നമ്മൾ കാണാത്ത ആ ശക്തികൾ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ അതാ അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ജിബ്രീൽ സ്നേഹിച്ചാൽ മലായിക്കത്തിന്റെ ഇടയിൽ സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞാൽ, ഇനി മുഅ്മിനീങ്ങൾക്കിടയിലൊക്കെ സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞാൽ, മുഅ്മിനിന്റെ നിസ്കാരത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നില്ലേ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ സ്വാലിഹീങ്ങളായ അടിമകൾക്കും രക്ഷയുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ മുഅ്മിനിന്റെ നിസ്കാരത്തിലൂടെ മറ്റു മുഅ്മിനീങ്ങൾക്കൊക്കെ കാര്യം കിട്ടുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ മലായിക്കത്തുകളുടെ ഇഷ്ടം കിട്ടുന്നു, മുഅ്മിനീങ്ങളുടെ മുഴുവൻ ഇഷ്ടം കിട്ടുന്നു. അതേ അവസരത്തിൽ അള്ളാഹനെ വെറുപ്പിച്ചിട്ട് ലോകരുടെ തൃപ്തിയും ഉമ്മബാപ്പന്റെ തൃപ്തിയും ജായൽവാസികളുടെ തൃപ്തിയും നാട്ടുകാരുടെ തൃപ്തിയും പാർട്ടിക്കാരുടെ തൃപ്തിയും സംഘടനക്കാരുടെ തൃപ്തിയും ഒക്കെ നോക്കിയിട്ട് നടന്നാൽ അള്ളാഹുവിനെ വെറുപ്പിച്ചതുകൊണ്ട് അവൻ എല്ലാവരോടും വെറുക്കാനാ പറയുന്നത്. താൽക്കാലികമായി നമുക്ക് പലരും സഹായിച്ചു എന്ന് തോന്നിയേക്കാം, പക്ഷേ അത് നൈമിഷികമാണ്. കാരണം അള്ളാഹ് വെറുത്താൽ പിന്നെ മലായിക്കത്തുകൾ വെറുത്തു, മുഅ്മിനീങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ പിന്നെ വെറുപ്പായി. അതല്ലേ പിന്നെ ആ നിലക്കുള്ള ജീവിതത്തിലേക്ക് പോകുന്ന കക്ഷികൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന്റെ മുമ്പേ മറച്ചുവെക്കാതെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വേദഗ്രന്ഥത്തിലൂടെ ഇറക്കിയിട്ടുള്ള സത്യങ്ങളെ ജനങ്ങളോട് പറഞ്ഞാൽ ഭൗതിക നേട്ടങ്ങൾ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും ദുനിയാവിലെ കൊച്ചു കൊച്ചു നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയുമൊക്കെ അല്ലാഹു അവന്റെ വേദഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ച് തന്നിട്ടുള്ള സത്യങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അല്ലാഹുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് പറയാതെ ജനപ്രീതി മാനിച്ചുകൊണ്ട് മൂടിവെക്കുന്ന കക്ഷികളില്ലേ, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കുന്നതാകുന്നു. അല്ലാഹ് മാത്രമാണോ ശപിക്കുന്നത്? വയൽഅനുഹുമുൽ ലാഇനൂന, ശപിക്കുന്നവരും മുഴുവൻ അവരെ ശപിക്കുന്നതാകുന്നു. അപ്പൊ ശപിക്കുന്നവരാരൊക്കെയെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
ലഅനത്തുല്ലാഹി അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിക്കുന്നതാണ്. അതേപോലെ തന്നെ വൽ മലായികത്തി വന്നാസി അജ്മഈൻ, നല്ലവരായ ആളുകളുടെയൊക്കെ ശാപമാണ് കിട്ടുന്നത്. അതേ അവസരത്തിൽ അള്ളാഹനെ ഇഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കോ എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്? ആരുടെ ഇഷ്ടത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? വദൂദായ അല്ലാഹുവിന്റെ ഇഷ്ടത്തിനെ നീ മുൻഗണന കൊടുക്കാവൂ. കാരണം വദൂദായ റബ്ബ് നിന്നോട് വുദ് കാണിക്കണമെങ്കിൽ, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ച് വുദ് അവൻ ഇട്ടുകൊടുക്കണമെങ്കിൽ അതിനുള്ള നിബന്ധനയാ അല്ലാഹു പറയുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിക്കുകയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും ആരൊക്കെയായിട്ടുണ്ടോ സയജ്അലു ലഹും, അവർക്കാണ് അല്ലാഹു പിറകെ നിശ്ചയിച്ചു കൊടുക്കാൻ പോകുന്നത് വുദ്ദാ, ഏറ്റവും വലിയ സ്നേഹം. അല്ലാഹുവിന്റെ മനസ്സിലും മലായികത്തിന്റെ മനസ്സിലും എല്ലാവരിലും സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ഈമാനും അമലു സാലിഹാത്തുമാണ് വേണ്ടത്. ഈ ഒരൊറ്റ വിശ്വാസം സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതാണ് ഇന്ന് കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വദൂദാണ് എന്ന് വിശ്വസിക്കുമ്പോ അവന്റെ വുദ്, അവന്റെ സ്നേഹം നമുക്ക് കിട്ടണമെങ്കിൽ നാം ചെയ്യേണ്ടത് അവനെ പ്രീതിപ്പെടുത്തലാണ്, അവനെ തൃപ്തിപ്പെടുത്തലാണ്. അതല്ല നീ അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും ഒക്കെ മുൻഗണന മറ്റുള്ളവർക്കാണ് കൊടുക്കുന്നതെങ്കിലോ നിനക്ക് ശിക്ഷയാണ് വരാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പല്ലേ അല്ലാഹു നൽകിയിട്ടുള്ളത്. സൂറത്ത് തൗബയിൽ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വചനമാണ്. കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ. എടോ, നിങ്ങളുടെ ബാപ്പമാരും അതേപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുമിത്രാദികളും നിങ്ങളുടെ സമ്പത്തും ഒളിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിക നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന കച്ചവടവും അതേപോലെ തന്നെ നിങ്ങളുടെ മേത്തരം വാഹനങ്ങളും ഇതൊക്കെയാണ് അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവരുടെയൊക്കെ പ്രീതിയേക്കാൾ നിങ്ങൾക്ക് വലുത് ഇതൊക്കെയാണെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ പ്രതീക്ഷിച്ചോ, അല്ലാഹുവിന്റെ ശിക്ഷയെ പ്രതീക്ഷിച്ചോ എന്നല്ലേ അല്ലാഹു തആല പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് വദൂദാണ് എന്റെ റബ്ബ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവന്റെ ആ വുദ് നമുക്ക് ലഭിക്കണമെങ്കിൽ അത് പെട്ടെന്ന് നടക്കുന്നതല്ല. അവനെയാണ് ആത്യന്തികമായി നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത്. അവന്റെ ഇഷ്ടത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അള്ളാഹനെ വെറുപ്പിച്ചിട്ട് എനിക്ക് ഒരാളുടെ ഇഷ്ടവും വേണ്ടതില്ല എന്ന തീരുമാനമെടുക്കണമെങ്കിൽ സുഹൃത്തുക്കളെ വല്ലാത്തൊരു ഈമാന് വേണം. കാരണം ഇത് പറയാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്. നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികൾ കുമിഞ്ഞുകൂടുമ്പോ അള്ളാഹുവിന്റെ ഇഷ്ടം ഒരു ഭാഗത്ത്, മറ്റു മഹാഭൂരിപക്ഷത്തിന്റെ ഇഷ്ടം വേറൊരു ഭാഗത്ത്. അള്ളാഹനെ ഇഷ്ടപ്പെടുത്തിയാൽ ദുനിയാവ് നഷ്ടപ്പെടും, അള്ളാഹനക്ക് പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് പലതും നഷ്ടപ്പെടുന്നു. അള്ളാഹുവിനെ വെറുപ്പിച്ചാലോ ദുനിയാവ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നു. അപ്പൊ അങ്ങോട്ട് ചാഞ്ഞു പോകുന്ന കൽബല്ലേ നമ്മുടെ മനസ്സിലുള്ളത്. ഇതിനാ പറയുന്നത്, ഇതിന് വല്ലാത്തൊരു പടച്ചവന്റെ തൗഫീഖ് വേണം. അപ്പോ അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിയമങ്ങളെക്കാളും ജനങ്ങളുടെ പ്രീതിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നല്ലവരുടെ മുഴുവൻ ശാപമാണ്, നല്ലവരുടെ മുഴുവൻ വെറുപ്പാണ്. അതേ അവസരത്തിൽ ആര് വെറുത്താലും വേണ്ടില്ല, എനിക്കെന്റെ റബ്ബിന്റെ സ്നേഹമാണ് വലുത്. കാരണം അവന്റെ അടുക്കൽ കൊടുത്താൽ തീരാത്തത്ര സ്നേഹമുള്ള വദൂദാണ് അവൻ. വദൂദ് എന്ന പ്രയോഗം തന്നെ നിങ്ങൾ നോക്കൂ, ഏറെ സ്നേഹം കൊടുക്കുന്നവനാണ്, വദൂദാണ് അവൻ. ആ വുദ്ദാണ് എനിക്ക് വേണ്ടത് എന്ന വിശ്വാസമാണ് സുഹൃത്തുക്കളെ നമുക്കുണ്ടാകേണ്ടത്. അപ്പൊ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഒരാൾക്ക് ഞാൻ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു, കാരണം നമ്മൾ അള്ള ഇഷ്ടപ്പെടുന്ന മാർഗത്തിലല്ല, അള്ളാഹ്ക്ക് പൊരുത്തുള്ള മാർഗമല്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു, അത് അള്ള പറഞ്ഞ മാർഗമായതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു, അതും അള്ളാഹുവിന് വേണ്ടിയാണ്. ഞാൻ ചിലരുമായി ബന്ധം വല്ലാതെ ചേർക്കുന്നു, ഞാൻ ചിലരുമായി ബന്ധം പുതുക്കുന്നു, അത് അള്ളാഹിനെ ഓർത്തിട്ടാണ്.
ചിലരുമായി ഞാൻ ബന്ധം വിച്ഛേദിക്കുന്നു, അതും അള്ളാഹുവിനെ ഓർത്തിട്ടാണ്. ഒക്കെ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നിന്റെ മഹബത്ത്, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നിന്റെ കോപം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നിന്റെ കൊടുക്കൽ, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നിന്റെ തടയൽ, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നിന്റെ ബന്ധം ചേർക്കൽ, അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം നിന്റെ ബന്ധം മുറിക്കലും. അത് അള്ളാഹുവിനാണ് നീ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ നിലക്കാകുമ്പോഴേ അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടുകയുള്ളൂ, അവന്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇതിന്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാര് പറഞ്ഞു കാണാം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ മറ്റുള്ള പലരെയും ഇഷ്ടപ്പെടുന്ന കക്ഷികളുണ്ട്. അതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. അള്ളാഹ് കൊടുക്കുന്ന ഇഷ്ടം പോലെ സ്നേഹം പോലെ ഒരാൾക്കും കൊടുത്തുകൂടാ. അള്ളാഹുവിന് കൊടുക്കും പോലെയുള്ള ഒരു സ്നേഹം കൊടുക്കപ്പെടാൻ അർഹതയുള്ള ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല. ആ മഹബത്ത് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ അത്തരക്കാരെ സംബന്ധിച്ച്, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ജനങ്ങളിലുണ്ട് ചില ആളുകൾ യത്തഖിദു അവൻ സ്വീകരിക്കുന്നു മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ അന്താദൻ ചില സമന്മാരെ. അവർക്ക് വലിയ സ്നേഹം അള്ളാഹിനോടല്ല, അള്ളാഹുവിനേക്കാൾ ഇവരെയാണ് സ്നേഹിക്കുന്നത്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് അല്ലാഹുവിനെ സ്നേഹിക്കും പോലെ ഇവരെയും സ്നേഹിക്കുന്നു. പടച്ചവന് സമനായി കൊണ്ട് കാണും പോലെ അല്ലാഹുവിനെ പോലെ തന്നെ കണ്ടുകൊണ്ട് ആ നിലക്ക് തന്നെയുള്ള ഭക്തിയും ആ നിലക്ക് തന്നെയുള്ള സ്നേഹവും ആ നിലക്ക് തന്നെയുള്ള ആദരവും ഒക്കെ കാണിച്ചുകൊണ്ട് വേറെ ചില ആളുകളോടും ആ നിലക്ക് തന്നെ ആ നിലക്കൊരു ആത്മീയമായ ഒരു കീഴ്പ്പെടലും ഒക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങൾക്കത് ചേർന്നതല്ല. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് മുഅ്മിനീങ്ങൾ ഏറെ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ മാത്രമാകുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, ഇങ്ങനെ സ്നേഹം കൊടുത്തതിന്റെ ഉദാഹരണം എന്താ? അവര് വിചാരിച്ചു നാളെ പരലോകത്തെത്തുമ്പോൾ ഇവര് രക്ഷപ്പെടുത്തുമെന്ന്. വാസ്തവത്തിൽ അങ്ങനെ അവര് പറഞ്ഞതൊക്കെ സത്യവും അസത്യവും നോക്കാതെ അവർക്ക് വേണ്ടി ഇവരങ്ങ് സ്വീകരിച്ചു. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ആഖിറത്തിലെത്തുമ്പോ ഈ സ്നേഹം കാണിച്ചവരുടെ ഒന്നും സ്നേഹം അവിടെ കാണില്ല. ഒഴിഞ്ഞു മാറാനാ നോക്കുക. അള്ളാഹിനെ സ്നേഹിച്ചവനെ അള്ളാഹുവിടെ സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിനെ സഹായിച്ചവർക്കോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശത്തെ സഹായിച്ച മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രത്യേകം പ്രവാചക തിരുമേനിയിലൂടെ ശുപാർശയും നൽകുന്നതാണ്. അതിനും അല്ലാഹുവിനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അംബിയാഇന്റെയോ അതേപോലെ തന്നെ മുഅ്മിനീങ്ങളുടെയോ ശുപാർശ നാളെ പരലോകത്ത് കിട്ടണമെങ്കിലും അല്ലാഹുവിനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. കാരണം അതിനുള്ള ഓർഡറും നൽകുന്നവൻ അല്ലാഹ് മാത്രമാകുന്നു. ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീആ എല്ലാ ശഫാഅത്തിനുള്ള അധികാരവും അത് മുഴുവനായി അല്ലാഹുവിന് മാത്രമാകുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, സ്നേഹത്തിന്റെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുവിന്. അവൻ ഇഷ്ടപ്പെടാൻ പറഞ്ഞവരൊക്കെ ഇഷ്ടപ്പെടണം. അതേത് നിലക്കാണ് അവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇഷ്ടപ്പെടാൻ പറഞ്ഞവരെ ഒരാൾ ദ്രോഹിച്ചാലോ അവൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നാ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അവന്റെ ഔലിയാ, ശുഹദാ, സിദ്ദീഖുകൾ, സാലിഹികളോടൊക്കെ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. ഞാൻ എണ്ണി പറഞ്ഞില്ലേ, മുഖ്തസീന, മുത്തഖീന, മുഅ്മിനീന, അവരൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അവരെയൊക്കെ നമ്മളും ഇഷ്ടപ്പെടണം. അവരെ ഇഷ്ടപ്പെടാതെ അവഹേളിച്ചാലോ അത് ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കേട്ട ഏറ്റവും ആദ്യത്തെ തലമുറയാണ് കുൻതും ഖൈറ ഉമ്മത്തിലെ ഒന്നാമത്തെ മെമ്പർമാരാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത്. സ്വഹാബത്തിനെ സ്നേഹിക്കാത്തവൻ അല്ലാഹുവിനെ സ്നേഹിക്കാൻ കഴിയൂല. സ്വഹാബത്തിനെ സ്നേഹിക്കാത്തവരെ അള്ളയും സ്നേഹിക്കുന്നവരല്ല. സ്വഹാബത്തിനോട് വെറുപ്പ് കാണിക്കുന്നവരോട് അള്ള വെറുക്കുന്നതാണ്. ഇമാം ബുഖാരി അവിടുത്തെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ധാരാളം അധ്യായങ്ങൾ നൽകിയതായി കാണാം. ബാബു ഹുബ്ബിൽ അൻസാരി മിനൽ ഈമാനി, അൻസാറുകളായ സഹാബികളെ സ്നേഹിക്കൽ ഈമാനിൽപ്പെട്ടതാണ്. മുഹാജിരീങ്ങളെ സ്നേഹിക്കൽ ഈമാനിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അവരെ ചീത്ത പറയൽ കുഫറാണ്. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫറുൻ, അവരെ ചീത്ത പറയൽ ചമ്മാടിത്തമാകുന്നു, അവരുമായി ഏറ്റുമുട്ടൽ കുഫറാകുന്നു എന്നതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹു റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന്
ഖുർആനിലൂടെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ആളുകളാണ് മുഹാജിറുകളും അൻസാറുകളും. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞു, അവരെ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ട് കഴിഞ്ഞു എന്ന് പടച്ചോന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള സഹാബത്ത്. ആ സഹാബത്തിന് ഒരാൾ ഞാൻ അയാൾ അംഗീകരിക്കൂലാന്ന് ചീത്ത പറഞ്ഞാലോ അവന് അള്ളാഹുടെ സ്നേഹം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അബൂബക്കർ സിദ്ദീഖിനെ അവഹേളിക്കുന്ന ശിയാക്കളില്ലേ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിക്കുന്ന ശിയായിസത്തിന്റെ ആളുകളെ കണ്ടിട്ടില്ലേ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വജനപക്ഷപാതിയായിരുന്നു എന്ന് പറയുകയും മാത്രമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സ്വന്തം മകളുടെ ഭർത്താവിന്റെ മരുമകന് പൊതുഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് വെള്ളി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും കൊടുത്തുകൊണ്ട് സ്വജനപക്ഷപാതം കാണിച്ചുവെന്നും പൊതുഖജനാവിൽ നിന്ന് എടുത്ത് ദൂർത്തടിച്ചതിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഖജാന സൂക്ഷിപ്പുകാരനായ സഹാബി ചെന്നുകൊണ്ട് ചോദ്യം ചെയ്തപ്പോ താക്കോല് താഴെയിട്ട് പൊയ്ക്കോ, നിന്റെ ചാവി മേശപ്പുറത്ത് വെച്ച് പൊയ്ക്കോ, എനിക്ക് ഖജാന സൂക്ഷിക്കാൻ നിന്നെ അല്ലാതെ വേറെയും ആളെ കിട്ടും, നിന്നെ ചോദ്യം ചെയ്യാൻ നീ ആരടോ എന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി ദൂർത്തടിച്ചു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല, ചോദ്യം ചെയ്യാൻ ചെന്ന കക്ഷികളോട് ചാവി താഴെ വെച്ച് മടങ്ങിപ്പൊയ്ക്കടോ, എനിക്ക് വേറെ ആളെ കിട്ടും എന്ന് പറയാൻ മാത്രം ദാർഷ്ട്യം കാണിച്ചുവെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവിലൂടെ സ്വർഗ്ഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പച്ച മലയാളത്തിൽ എഴുതി വിട്ടില്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പുസ്തകത്തിൽ? ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇന്നും അവന്റെ ബുക്ക് സ്റ്റാളുകളിൽ IPH എന്ന് പറയുന്നവരുടെ ബുക്ക് സ്റ്റാളിൽ ഇന്നും വിൽക്കുന്നുണ്ട് ആ പുസ്തകം, ഇന്നും വിൽക്കുന്നുണ്ട് ആ പുസ്തകം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രൂപത്തിലുള്ള തോന്നിയാസങ്ങൾ ഇന്നും ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഉത്തരവാദപ്പെട്ട ആളുകളോട് പ്രസംഗങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ നിങ്ങൾ ആ പുസ്തകം പിൻവലിക്കണം എന്ന് 100 ആവർത്തി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ധാർഷ്ട്യവും ധിക്കാരവും കാരണത്താൽ അതിന്റെ പുതിയ പുതിയ പതിപ്പുകൾ അടിച്ചിറക്കി വിൽക്കുക എന്നതല്ലാതെ ആ വരികൾ ഇന്നും പച്ചയായി ആ പുസ്തകത്തിലില്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് ചോദിച്ചു നോക്കാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി അറിയാതെ അതിൽ പെട്ടുപോയിട്ടുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കണം. ആ പുസ്തകത്തെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇതിലപ്പുറം ഇനി എന്താണ് അതിൽ എഴുതാൻ ബാക്കിയുള്ളത്? സഹാബത്തിനെ ചീത്ത പറയുന്നത് മന്നാദാലി വലിയൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മന്നാദാലി വലിയ, എന്റെ മിത്രത്തോട് ഒരാൾ ശത്രുത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. എന്റെ അടിമയോട്, എന്റെ മിത്രത്തോടൊരാൾ യുദ്ധത്തിന് പോയാൽ, എന്റെ മിത്രത്തോടൊരാൾ ശത്രുത പുലർത്തിയാൽ തന്നെ മതി, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അല്ലാഹു പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അടക്കം, അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അടക്കം ധാരാളക്കണക്കിന് സഹാബത്തിനെ ചീത്ത പറയുന്നുണ്ട്. ഷിയാക്കൾ എന്ന് പറയുന്ന കക്ഷികൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പണ്ടുകാലത്തുള്ള ഖവാരിജുകളുടെ പിന്മുറക്കാരെന്ന് മറ്റു പേരുകളിൽ സഹാബത്തിനെ ചീത്ത പറയുന്നുണ്ട്. ഒരു ചങ്ങാതി നമ്മുടെ നാട്ടിൽ, അയാൾ ഇന്ന് എവിടെയോ കാണാനില്ല, ചേകന്നൂർ മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുണ്ടായിരുന്നല്ലോ. അയാള് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ജൂതൻ എന്നല്ലാതെ പ്രസംഗിക്കാറില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഒരു ഹെഡിങ്ങിൽ തന്നെ കാണാം, അബൂ ഹുറൈറ എന്ന ജൂതൻ ഉണ്ടാക്കിയ ധാരാളക്കണക്കിന് കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം വരെ എഴുതിയച്ചടിച്ചിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിനെ ചീത്ത പറയലും വികഴ്ത്തലും അവഹേളിക്കലും ഒക്കെ എല്ലാ കാലഘട്ടങ്ങളിലും തുടർന്നിട്ടുണ്ട്. ഇന്നും ശത്രുക്കൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ മഹബ്ബത്ത് കിട്ടുകയില്ല, മറിച്ച് അവന്റെ കോപമാണ് കിട്ടുന്നത്. അതാണ് മന്നാദാലി വലിയൻ, എന്റെ മിത്രത്തോടൊരാൾ ശത്രുത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, ഞാൻ അവരോട് യുദ്ധപ്രഖ്യാപനം നടത്തി എന്നാ പറയുന്നത്. അല്ലാഹു ഒരാളോട് യുദ്ധപ്രഖ്യാപനം നടത്തി അള്ളാഹിനോട് യുദ്ധം ചെയ്ത് ആര് ജയിക്കാനാ? പടച്ചതമ്പുരാൻ ഒരാൾ വെറുത്തു കഴിഞ്ഞാൽ ഇവൻ എവിടുന്ന് നേടാനാണ്? മാലോകരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, മറ്റു പലരുടെയും തൃപ്തി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്, അവന്റെ മഹത്തുക്കളെ ചീത്ത പറയുന്നത്, അതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ? വദൂദായ റബ്ബിന്റെ സ്നേഹം കിട്ടണോ? എങ്കിൽ അള്ളാഹു സ്നേഹിച്ചവരോട് സ്നേഹവും ഉണ്ടാകണം. അതേ അവസരത്തിൽ അള്ളാഹു വെറുപ്പിട്ടുള്ള കക്ഷികളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പോകരുത്. അള്ളാഹുവിന്റെ ബുദ്ധി നമുക്ക് ലഭിക്കണമെങ്കിൽ അതും കറുത്താണ്.
ഈമാനുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും എന്നിങ്ങനെ അല്ലാഹു തുടരുന്നുണ്ട്. സൂറത്തുൽ മുജാദലയിലെ 22-ാമത്തെ ആയത്ത് നമ്മളൊന്ന് പഠിക്കണം. എന്താ അവിടെ അള്ളാഹ് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞില്ലേ? അള്ളാഹ് വെറുത്തവരോട് വെറുപ്പും വേണമെന്നാ പറയുന്നത്. അള്ളാഹുവിനോട് വെറുപ്പുള്ളവരോടും അള്ളാഹ് വെറുത്തവരെയും വെറുക്കണം നീയും മാനസികമായിട്ട്. അവരോട് ആത്മാർത്ഥമായി നീ സ്നേഹം കാണിക്കാൻ പാടില്ല. അതാണ് അള്ളാഹു പറയുന്നത്, ലാ തജിദു ഖൗമാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി. അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ജനതയെ നിനക്ക് കാണാൻ സാധ്യമല്ല. എങ്ങനെ? യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത പുലർത്തി മാത്സര്യത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കക്ഷികളെ നീ സ്നേഹിച്ചു പോകരുത്. അങ്ങനെ സ്നേഹിച്ചു പോകുന്നവരായി മുഅ്മിനീങ്ങളെ നിനക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന, അള്ളാഹുവിന്റെ ആദർശത്തെ ചവിട്ടിമതിച്ചുകൊണ്ട് അതിനെ പരിഹസിക്കുന്ന യുക്തിവാദികളാവട്ടെ, ഏറ്റവും കൂടുതൽ ശിർക്കിന് തെളിവുണ്ടാക്കുന്ന കക്ഷികളാവട്ടെ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ആ നിരക്കും മാത്സര്യം കാണിച്ചുകൊണ്ട് നടക്കുന്ന കക്ഷികളെ സ്നേഹിക്കുന്നവരായി മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനതയെയും നീ കണ്ടെത്തുന്നതല്ല. അവരാരാവട്ടെ എന്നാ പറഞ്ഞത്? അള്ളാന്റെ ശത്രുക്കൾ ആരാവട്ടെ, അത് വലൗകാനു ആബാഹും അവരുടെ വാപ്പമാരാണെങ്കിലും, ഔ അബ്നാഹും അവരുടെ മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും അവരുടെ സഹോദരങ്ങളാണെങ്കിലും, ഔ അശീറത്തഹും അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളാണെങ്കിലും, അവർക്ക് അള്ളയാണ് വലുത്. അള്ളാനെ വെറുപ്പിച്ചിട്ട് എനിക്കെന്ത് ബാപ്പയാണ്, അള്ളാനെ വെറുപ്പിച്ചിട്ട് എനിക്കെന്ത് നാട്ടുകാരാണ്, അള്ളാനെ വെറുപ്പിച്ചിട്ട് എനിക്കെന്ത് ജ്യേഷ്ഠനാണ്, അനുജനാണ്, അള്ളാനെ വെറുപ്പിച്ചിട്ട് എനിക്കെന്ത് കൂട്ടുകുടുംബങ്ങളാണ്, എനിക്ക് വലുതെന്റെ റബ്ബല്ലേ. അവന്റെ തൃപ്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ തൃപ്തി എനിക്ക് കിട്ടിയിട്ട് എന്താണ് എന്ന് ചിന്തിക്കുന്നവരാണ്, അവരാണ് ഹൃദയത്തിൽ ഈമാൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കക്ഷികളെന്ന് തുടർന്നുകൊണ്ട് അല്ലാഹു തആല അവരെ പ്രശംസിക്കുന്നുമുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞതിന്റെയൊക്കെ ചുരുക്കം എന്താണ്? നമ്മുടെ മനസ്സിൽ ഈമാനിന്റെ മാധുര്യം അങ്ങ് കടന്നു കഴിഞ്ഞാൽ സലാത്തുൻ 3 കാര്യങ്ങൾ മൻകുന്ന ഫീഹി, ഒരാളുടെ ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ മൻകുന്ന വജദ ഹലാവത്തൽ ഈമാൻ, അവന് വിശ്വാസത്തിന്റെ മധുരം അങ്ങ് അനുഭവിച്ചു കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈമാൻ ഒരാളുടെ ഹൃദയത്തിൽ കടന്നാൽ സലാത്തുൻ മൻകുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം തന്നെ അല്ലാഹുവും റസൂലുമായിരിക്കണം. ഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളയും റസൂലും അപ്പുറമുള്ള ഒരാളും മറ്റുള്ള എല്ലാവരേക്കാളും അവന് ഏറെ സ്നേഹം അല്ലാഹുവിനോടാകണം, അവന്റെ റസൂലിനോടാകണം. അപ്പൊ അള്ളാഹിനെ സ്നേഹിക്കും പോലെയല്ല റസൂലിനെ സ്നേഹിക്കുന്നത്, റസൂലിനെ സ്നേഹിക്കും പോലെയല്ല മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, മാതാപിതാക്കളെ സ്നേഹിക്കും പോലെയല്ല ഉസ്താദുമാരെ സ്നേഹിക്കുന്നത്. ഓരോരുത്തരെയും എങ്ങനെ സ്നേഹിക്കണം, ഓരോരുത്തരെയും എങ്ങനെ ആദരിക്കണം, ഓരോരുത്തർക്കും എത്രയളവ് ബഹുമാനം കൊടുക്കണം, ഓരോന്നിനും അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതോരോന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി ജീവിക്കുന്ന കക്ഷികളാരോ അവർക്കാണ് ഈമാനിന്റെ മധുരമുള്ളത്. അതേപോലെ തന്നെ വമൻ കാന യുഹിബ്ബുൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അവൻ ഒരാളെ സ്നേഹിക്കുന്നില്ല അല്ലാഹുവിന് വേണ്ടിയല്ലാതെ. അപ്പൊ അവന്റെ സ്നേഹം അല്ലാഹുവിന് വേണ്ടിയാണ്. അവൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അവന്റെ ഭൗതിക നേട്ടത്തിനല്ല. അവൻ ഒരാളോട് ബന്ധം വിച്ഛേദിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ടാണ്, അവന്റെ ഭൗതിക നേട്ടത്തിനല്ല. ഈ നിലക്ക് അതേപോലെ തന്നെ ഇനി 3-ാമത്തെ ലക്ഷണം റസൂലുള്ളാഹി പറയുന്നു, വമൻ കാന യക്റഹു അൻ യർജിഅ ഫിൽ കുഫ്രി ബഅദ ഇദാ അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യൽഖാ ഫിന്നാർ, കുഫറിൽ നിന്ന് രക്ഷപ്പെട്ട് ഈമാനിൽ വന്നതിന്റെ ശേഷം പിന്നെയും കുഫറിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറയുന്നത് തീയിലേക്ക് എടുത്തെറിയപ്പെടും പോലെ അവന് സഹിക്കാനാകാത്ത സംഗതിയാണ്. കാഫിറായി പോകുമോ എന്ന് വല്ലാത്ത ഭയം അവനുണ്ട്. അതുകൊണ്ട് അവന്റെ ഈമാനിനെ അവൻ എപ്പോഴും ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മധുരമുണ്ട് എന്നാണ്. അപ്പൊ അള്ളാഹുടെ സ്നേഹവും സഹായമൊക്കെ ഉണ്ടാകും. അപ്പൊ വദൂദായ റബ്ബിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ കിട്ടൂ. അപ്പൊ നമ്മൾ വളരെ കൃത്യമായി സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, എന്റെ റബ്ബ് വദൂദാണ്.
വദൂദാണ് എന്റെ റബ്ബ്. അവൻ നിന്നെ അല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്, അവൻ എന്നോട് വലിയ സ്നേഹമാണ്. ആ സ്നേഹം കിട്ടാനും നിലനിൽക്കാനും അവരെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അവന് വെറുപ്പുള്ളതൊന്നും ചെയ്യരുത്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അള്ളാനെ വെറുപ്പിച്ചിട്ട് ആരുടെയെങ്കിലും സ്നേഹവും നേട്ടമൊക്കെ കിട്ടും. കിട്ടിയേക്കും, പക്ഷെ താൽക്കാലികമായിരിക്കും, നൈമിഷികമായിരിക്കും. അതുകൊണ്ട് കാര്യമില്ല, അവിടെ നമുക്ക് നേട്ടം കിട്ടാനില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടാൻ എന്തൊക്കെ പറഞ്ഞോ അവയുടേതായ കാര്യത്തിൽ നമ്മൾ വളരെ ആവേശം കാണിക്കുക. അള്ളാഹു ഏതെല്ലാം ആളുകളെ വെറുക്കുന്നു എന്ന് പറഞ്ഞോ ആ വെറുക്കുന്ന കക്ഷികളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാനുള്ള ജാഗ്രത എപ്പോഴും പുലർത്തുക. അപ്പോൾ പടച്ചവന്റെ സ്നേഹമുണ്ടാകും, അവന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകും. ആ നിലക്ക് അള്ളാഹുവിനോടുള്ള അടുപ്പം കിട്ടാൻ, അവന്റെ സ്നേഹം നമുക്ക് കിട്ടാൻ നാം പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അർഹമുർ-റാഹിമീനായ വദൂദായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير خلقه نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. والسلام عليكم.